ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നല്ല ഹെൽത്തിയായ ഒരു ഗോതമ്പ് റവ വെച്ചിട്ടുള്ള ഒരു പങ്കലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അരി ഭക്ഷണമെല്ലാം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ കുറേ വെറൈറ്റി ഡിഫറെൻ്റായ കുറേ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് നമ്മുടെ റവ പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഞാനൊരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പരിപ്പ് അതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഒരു ഗ്ലാസ് നമ്മൾ പയറാണ് വെച്ചത് കേട്ടോ. അതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പുറത്തേക്ക് മറയാണ്ടിരിക്കാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇനി നമുക്കിത് 3 വിസിലാക്കി എടുക്കാം. നമുക്ക് കുക്കറിലൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിപ്പ്. ഇതിൽ കുറച്ച് ജ്യൂസി ആയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സ്പൂൺ ഇങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ. ഇതിൽ പുറത്തൊന്നും പോകത്തില്ല. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. ഗോതമ്പിൻ്റെ നുറുക്കെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പെടുത്ത അതേ അളവാണ് ഞാൻ ഗോതമ്പിൻ്റെ നുറുക്ക് കൊടുക്കുന്നത്. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 കപ്പ് നമ്മുടെ റവയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഇതുപോലത്തെ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ വെള്ളം തിളക്കട്ടെ കേട്ടോ. മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ ഗോതമ്പിൻ്റെ റവ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഗോതമ്പ് റവയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഇതുണ്ടല്ലോ പരിപ്പ് അതും കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി വെള്ളത്തോടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടില്ലായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പിൻ്റെ ഒപ്പരം ഇട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഉപ്പുണ്ടാകുന്നല്ലോന്ന് എൻ്റെ ഉപ്പുണ്ട് കേട്ടോ. നല്ല പോലെ കുറച്ചും കൂടെ ഒന്ന് മിക്സായി വേവിച്ചെടുക്കാം. ഇത് ഞാനൊരു ഇടികല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഞാൻ കുറച്ച് 1 ടീസ്പൂൺ ജീരകം കേട്ടോ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് അത് ഓരോരാളെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഇടിച്ചെടുക്കാം കേട്ടോ. നമ്മളെല്ലാം ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ അധികം മിനുസാവണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ മതി. നമ്മുടെ അല്ലേ ഇതൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ. നമുക്ക് ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഗുണമുള്ള അടിപൊളി റെസിപ്പിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന്
ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ് കേട്ടോ, ഉണക്കമുന്തിരി. അത് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി റവ പൊങ്കൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് വെള്ളം കുറച്ച് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ടേസ്റ്റി പൊങ്കലാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറി കഴിക്കുന്നവർക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം. നമ്മുടെ റവ പൊങ്കലൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് അനാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. വേണ്ടവർ ചെയ്താൽ മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.